നമസ്കാരം. കേരള ഹൈക്കോടതി ഇന്ന് ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി സിംഗിൾ ബെഞ്ചാണ്, കെ ബാബുവിൻ്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ആ വിധി മറ്റൊന്നുമല്ല, കെ എം എബ്രഹാമിനെതിരായിട്ടുള്ള, അതായത് മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ മേധാവിയുമൊക്കെയായ ഈ കെ എം എബ്രഹാം IAS, റിട്ടയർഡ് IASനെതിരെയാണ് ഇപ്പോൾ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വളരെയധികം വർഷം താമസിച്ച്, അല്ലെങ്കിൽ വളരെ വൈകി വന്ന ഒരു വിധിയാണ് എന്ന് പറയാം. ഈ കേസ് കോടതിയിലെത്തിയിട്ട് തന്നെ വർഷങ്ങളായി. നിരവധി തവണ മാറ്റിവെച്ചു, വിധി പറയാൻ മാറ്റിവെച്ചു, വീണ്ടും വാദം കേട്ടൊക്കെ വന്നിട്ടുള്ള ഒരു വിധിയാണ്. ഈ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിധി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇതിനു മുന്നേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെതിരെ അന്വേഷണം വന്നതും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതും സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നതും എല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരാൾ കൂടി, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം എന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ കൂടി അഴിമതി കേസിൽ ഒരു കേന്ദ്ര അന്വേഷണത്തെ നേരിടാൻ പോകുന്നു എന്ന വാർത്തയാണ്. അത് തീർച്ചയായും ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന ഒരു പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ വിധി സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനം അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ ഒരു കേസാണ്. അതായത് കെ എം എബ്രഹാമിന് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു കേസാണ്. കെ എം എബ്രഹാമിന് എങ്ങനെ ക്ലീൻ ചിറ്റ് കിട്ടി എന്നത് വളരെയധികം അതിശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. പരാതി ഇത് മാത്രമാണ്, വളരെ ലളിതമായ ഒരു പരാതിയാണ്. അതായത് കെ എം എബ്രഹാം വാങ്ങുന്ന ശമ്പളത്തിനും അപ്പുറത്താണ് കെ എം എബ്രഹാം തിരിച്ചടയ്ക്കുന്ന ലോണുകളുടെ EMI. കോടിക്കണക്കിന് രൂപയാണ് കെ എം എബ്രഹാമിൻ്റെ വായ്പയായി എടുത്തിട്ടുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും തിരിച്ചടവ് വരുന്നുണ്ട്. ഈ തിരിച്ചടവിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഈ കെ എം എബ്രഹാമിൻ്റെ ശമ്പളത്തിനും അപ്പുറത്താണ്. ഇതാണ് കേസിൻ്റെ യഥാർത്ഥ ഒരു കാരണം. അപ്പോൾ കെ എം എബ്രഹാം ഈ പറയുന്ന വരവ് കാണിച്ചിട്ടുള്ളതിനപ്പുറത്തേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ ചെലവ്. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്ന പരാതി അവിടെ നിലനിൽക്കുകയാണ്. ഈ പരാതിയിന്മേലാണ് വിജിലൻസ് ഒക്കെ അന്വേഷിച്ചത്. അതായത് മുംബൈയിൽ 3 കോടി രൂപ വില വരുന്ന ഒരു ഫ്ലാറ്റ് കെ എം എബ്രഹാമിനുണ്ട്. തിരുവനന്തപുരത്ത് വഴുതക്കാട് 1 കോടി രൂപ വില മതിക്കുന്ന മറ്റൊരു ഫ്ലാറ്റുണ്ട്. കൊല്ലത്ത് 8 കോടി രൂപ വില വരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് എന്നൊക്കെയാണ് ഹർജിക്കാരൻ പറയുന്നത്. ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ, അല്ലെങ്കിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ വാദങ്ങൾ ശരിയാണ് എങ്കിൽ ഇദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വാങ്ങിയിട്ടുണ്ട്. ഈ 2 കെട്ടിടങ്ങൾക്കും, അതായത് 2 ഫ്ലാറ്റുകൾക്കും വേണ്ടി വാങ്ങിയിട്ടുള്ള ലോണുകളാണ് തിരിച്ചടവ് ലക്ഷങ്ങൾ വേണ്ടി വരുന്നത്. ഈ പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ വസ്തുവായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസറ്റിൽ കാണിച്ചിട്ടുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റേതാണ് എന്നാണ് നിയമപ്രകാരം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓണർഷിപ്പ് കെ എം എബ്രഹാമിൻ്റെ പേരിലാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും കോടതിയിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹാജരാക്കുന്നതോടുകൂടിയാണ് കേസിൻ്റെ ഗതി മാറുന്നത്. ഈ ശമ്പളത്തിൽ കൂടുതൽ ലോൺ അടച്ചാൽ പിന്നെ താങ്കൾ എങ്ങനെ ജീവിക്കുന്നു എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇദ്ദേഹം മറുപടിയായി പറഞ്ഞത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും പെൻഷനുണ്ട്, ഈ പെൻഷൻ തനിക്ക് തരുന്നുണ്ട്, അത് വച്ചിട്ടാണ് താൻ ലളിതമായി ജീവിച്ചു പോകുന്നത് എന്നാണ് കെ എം എബ്രഹാം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഇയാളുടെ അച്ഛനും, അല്ലെങ്കിൽ കെ എം എബ്രഹാമിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് ദിവസങ്ങളായി എന്ന്, അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ കോടതിയെ അറിയിക്കുന്നു. അതിനുശേഷവും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല എന്ന ചോദ്യം വരുന്നു. പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെ സ്വത്തുക്കളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും വിജിലൻസ് ബാങ്ക് ലോക്കറിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വജ്രാഭരണങ്ങളും ഒക്കെ കണ്ടെത്തി എന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കെ എം എബ്രഹാമിൻ്റെ മകളുടെ വിവാഹം നടന്നു, അത്യാഡംബരപൂർവമായ ഒരു വിവാഹമായിരുന്നു നടന്നത് എന്നൊക്കെ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുമ്പോൾ കെ എം എബ്രഹാമിൻ്റെ മറുപടി എന്നത് ബന്ധുക്കളിൽ നിന്നും പിരിവെടുത്തിട്ടാണ് തങ്ങളുടെ മകളുടെ കല്യാണം നടത്തിയത് എന്നാണ് കെ എം എബ്രഹാം പറയുന്നത്. സത്യത്തിൽ കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ, അല്ലെങ്കിൽ കെ എം എബ്രഹാമിന് നേരെ ഉയർത്തിയ ആരോപണങ്ങൾ അത് ശരിയാണോ ഇല്ലയോ എന്നിപ്പോഴും അറിയില്ല. പക്ഷേ ആരോപണങ്ങൾക്കൊക്കെ മനുഷ്യൻ്റെ മനസാക്ഷിയെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കോമൺ സെൻസിനെ പുച്ഛിക്കുന്ന, കേരളീയരുടെ തിരിച്ചറിവിനെ പുച്ഛിക്കുന്ന തരത്തിലുള്ള നടപടിയാണ്, അല്ലെങ്കിൽ മറുപടിയാണ് കെ എം എബ്രഹാം നൽകിയിരിക്കുന്നത്. ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്തിട്ട് കല്യാണം നടത്തുന്നു, അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരുടെ പെൻഷൻ വാങ്ങി ജീവിക്കുന്നു, ഭാര്യയുടെ പേരിൽ സ്വത്തില്ല,
ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരൻ്റെ പേരിലാണ് എന്നിങ്ങനെ പച്ച നുണകളാണ് കോടതിയിൽ KM എബ്രഹാം പറഞ്ഞുകൊണ്ടിരുന്നതും. എന്തായാലും ഇപ്പോൾ CBI അന്വേഷണം കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു. CBI ഇക്കാര്യത്തിൽ വളരെ കാര്യമായ അന്വേഷണം നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ KM എബ്രഹാമിന് ഇപ്പോഴും കുലുക്കമൊന്നുമില്ല. ആരന്വേഷിച്ചാലും ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, തൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്നാണ് KM എബ്രഹാം പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നേരെ CBI അന്വേഷണം കൂടി വരുന്നു എന്നുള്ളത് പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയേക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.